ഹായ്, ഞാനൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ പോവാണ്. ഇദ്ദേഹം കാനഡയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇദ്ദേഹം ഒരു ഓൺട്രപ്രണർ ആണ്, ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്, ഒരു ഫുഡ് ബ്ലോഗർ ആണ്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സിന് ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ ഹാറ്റ്സ് വെയർ ചെയ്യുന്ന ഈ ഒരു വ്യക്തിനെ കാണാൻ പോവാണ്. ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തോളൂ. എന്റെ കൂടെ അദ്ദേഹം ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നേരിട്ട് കാണാം. വെൽക്കം ടു കാനഡ, വെൽക്കം ടു അവർ ഷോ മൃണാൽ. താങ്ക് യു. ഹംഗ്രി മൃണാലിനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, പൊതുവെ ആൾക്കാർക്കല്ല. സോ ഞാൻ ചോദിക്കുകയാണ്, മൃണാൽ ദാസിനെ എങ്ങനെ പരിചയപ്പെടുന്നു? ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ വീക്ക്നെസ്സും ഉള്ള എല്ലാ ക്യൂരിയോസിറ്റിയും ഉള്ള ഒരു സാധാരണ ടിപ്പിക്കൽ നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന മലയാളി ചെക്കൻ. ഈ ചെക്കൻ എന്ന് പറയാൻ പറ്റില്ല, കിളവനായിക്കൊണ്ടിരിക്കുകയാണ്. 43 now. അപ്പൊ കുഴപ്പമില്ല, നമ്മള് ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ്. പക്ഷേ ഐ ലുക്ക് ഓൾഡർ. അത് കുഴപ്പമില്ല, നമുക്ക് ഹെൽത്തി ആയിട്ടിരുന്നാൽ മതി. ഹംഗ്രി മൃണാലിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് ആ ഒരു റെസ്റ്റോറന്റ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള ഒരു വികാരം? ഫുഡ് ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്. അപ്പൊ റെസ്റ്റോറന്റ് തുടങ്ങാം സ്വന്തമായിട്ടെന്ന് ഒരു തോട്ട് വന്നത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ്? ഒരു 4 ആഴ്ച മുമ്പ് ഞാൻ സിഡ്നിയിലായിരുന്നു. വിവേക് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്, അവൻ എന്നോട് പറഞ്ഞതാണ്, ഈ ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങൾ വെരി സ്ട്രിക്റ്റ് അബൌട്ട്. ഇപ്പൊ നമ്മളൊരു ബീഫ് അച്ചാർ കൊണ്ട് ഓസ്ട്രേലിയ പോയാൽ അവർ സമ്മതിക്കൂല. ആദ്യമായിട്ട് ഒരു പ്ലാന്റ്, ഒരു സീഡ് അവർ സമ്മതിക്കൂല. വെരി പ്യുവർ തിങ്കിങ് ആണ് ഫുഡിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വിവേക് പറഞ്ഞതാണ്, എടാ എനിക്കും ഫാമിലിക്കും നാട്ടിൽ വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഹംഗ്രി മൃണാളിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അസുഖമൊന്നും വന്നില്ല. ഞാൻ പറഞ്ഞ, നീ എന്തോ ഉദ്ദേശിക്കുന്നത്? ഹംഗ്രി മൃണാൾ അസുഖം വരുത്താനുള്ള സ്ഥലമല്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല, വേറെ ഓൾമോസ്റ്റ് ഏത് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചാലും എന്തെങ്കിലും അസുഖം വരും. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പല ഹൈജീൻ പ്രാക്ടീസസും കുറെ കാലമായിട്ട് നമ്മൾ ശീലിച്ചു വന്നാണ്.